ഹലോ ഗൈസ്, നമ്മൾ ബാക്കി വീഡിയോ എത്തിയിരിക്കുകയാണ്. അത് മറ്റൊരു എനിക്ക് അറിയില്ല. ബാക്കി ചെത്ത തന്നെ നിങ്ങൾക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റും. ഇത്രയും കുറച്ചുകൂടെ അകലമുണ്ട്, എന്നാലും നമ്മളിവിടെ വെളിച്ചപ്പെടുന്നില്ല, തെളിവിലാക്കപ്പെടുന്നില്ല. എനിക്കത് പിടിക്കുന്നില്ല, ഇഷ്ടമാകുന്നില്ല, വരുന്നില്ല. എനിക്ക് ആരും കമൻറ്റ് തരുന്നില്ല ഗൈസ്, എന്താണെന്നറിയില്ല. സാധാരണ പെണ്ണുങ്ങൾ സൈഡിൽ നിന്ന് അച്ഛന്മാർക്ക് പുല്ല് കുറച്ച് കൊടുത്താണ് പാരമ്പര്യം. ഇപ്പോൾ ഒറ്റയ്ക്ക് ഒരാളെ 6ാം ക്ലാസ്സുകാരി ഒരു വീടിൻ്റെ പകം സെൻറ്റ് സ്ഥലം ക്ലീൻ ആക്കിയെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്ന കാര്യമില്ല. ഹായ് ഗൈസ്, നമ്മൾ ബാക്കി പോച്ച മൊത്തം ചുറ്റിയെടുക്കാൻ പോകണം. ഇതിലേക്ക് കഴിയും എന്ന് വിചാരിച്ചാൽ പറ്റി. നമ്മളിവിടെ കാണാൻ സ്ഥലമില്ല, എനിക്ക് സ്റ്റാൻഡ് പോലും ഇല്ല. അത് വാങ്ങാനുള്ള നിങ്ങൾ സഹായിച്ചൊക്കെ എനിക്കിനെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടും. അതൊക്കെ സഹായിച്ച് ഞാനവിടെ ചെത്താൻ കഴിച്ചു. നിങ്ങൾ നോക്കിയിരുന്നെങ്കിൽ എൻ്റെ ചെത്തലൊന്നും കണ്ട് ആരും ഒന്നും വിചാരിക്കരുത്. പക്ഷെ നമ്മളിവിടെ ക്ലീനാക്കി അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു പച്ചക്കറികളൊക്കെ വെച്ച് റെഡിയാക്കി ഒരു നല്ല സ്ഥലമാക്കും. ഇത് എൻ്റെ വീട്ടിൽ നമ്മളിവിടെ ക്ലീനാക്കണം. ഈ ചെടി എനിക്ക് അറിയുമെന്നില്ല. ചെടിയല്ല, എൻ്റെ മണ്ടയാണേ. ചിലർക്ക് മാത്രമേ അറിയൂ. നമ്മുടെ എന്താ വേലിപ്പരുത്തിയില്ലേ, പണ്ട് എനിക്ക് കുഞ്ഞിലെ കാട്ടിൽ നിന്ന് കിട്ടിയത്. അച്ഛൻ പറഞ്ഞു ഇതാണ് പനിയൊക്കെ വരുമ്പോൾ കുടിക്കാൻ ഉപയോഗിക്കുന്നത്. അച്ഛൻ പറഞ്ഞു ഇതൊരു ഔഷധം, പനിയൊക്കെ വരുമ്പോൾ. ഗൈസ്, ഇനി ഇത്രയും പുല്ലും കൂടെ ഉള്ളൂ. നമ്മൾ ഇത്രയും പുല്ലുകൾ കൂടിയുള്ളൂ. ഇത്രയെന്ന് പറയുമ്പോൾ കുറച്ചധികം ഉണ്ട്. നമുക്ക് കണ്ട, ഇത് ഞങ്ങൾ വാഴ വെട്ടാൻ ഉപയോഗിക്കുന്നത്. ഞങ്ങളുടെ അപ്പുറത്തെ വീടാണ് ഗൈസ്. ഈ തെറ്റി ഓറഞ്ച് അല്ല, കറക്റ്റ് കഴിഞ്ഞാൽ റെഡ് കളറിലാണ്. നമുക്ക് ഇങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് ഓറഞ്ച് കളറായിട്ട് തോന്നുന്നു. ഇതൊക്കെ ഞാൻ ചെത്തി ഇട്ടേക്കുന്ന പോച്ചകളാണ് ഗൈസ്. ഇത്ര സമയം കാത്തിരുന്നിട്ടാണെന്നറിയാമോ ഞാൻ ഈ പോച്ചകളൊക്കെ കഷ്ടപ്പെട്ട് വെട്ടി തൊട്ടിയെടുത്തത്. അപ്പം ഞാൻ വിട്ടു, നിങ്ങളെല്ലാവരും കാണണേ. ഓക്കെ.